ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഐ എം ദിവ്യ ബ്രിൻഡോ. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഡിഷാണ് പ്രിപ്പയർ ചെയ്യുന്നത്. രാത്രി 8 മണിയായിട്ടോ. അന്നേരത്തേക്ക് എൻ്റെ ഹസ്ബൻഡിന് ഒരേ ഒരു നിർബന്ധം. കഷിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ചിക്കൻ സോസേജ്. അങ്ങനെ ഏത് മീറ്റിൻ്റെ ആണെങ്കിലും സോസേജ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. അപ്പോൾ ഈ സോസേജ് എങ്ങനെ വെച്ചുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് ക്രിയേറ്റീവായിട്ട് കുറച്ച് ഹെൽത്തി ആയിട്ട് സോസേജ് കറി ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് സോസേജും വെട്ടിക്കണ്ടിച്ച് അതുപോലെ ക്യാരറ്റും ബ്രൊക്കോളിയെല്ലാം ഇട്ട് ആഘോഷമായിട്ടൊരു സോസേജ് കറി ഉണ്ടാക്കുവാണ്. കൂട്ടത്തിൽ മമ്മിയുണ്ട് കേട്ടോ. പണ്ട് എനിക്ക് കണ്ണെടുത്താൽ കൊണ്ടുകൂടാത്തൊരു സാധനമായിരുന്നു ഈ സോസേജും അതുപോലെ തന്നെ മാഗി നൂഡിൽസ്, കൊക്കോ കോള, ഇതൊന്നും ഞാൻ കഴിക്കില്ലായിരുന്നു. പക്ഷേ ആളുടെ കൂടി എനിക്കിപ്പോൾ ഇതൊക്കെ ഇഷ്ടമായി തുടങ്ങി. ഇപ്പോൾ സോസേജ് എങ്ങനെ ഏറ്റവും നന്നായിട്ട് കറി എന്നുള്ള കാര്യത്തിൽ ഞാനിങ്ങനെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിവേ അതവിടെ നിൽക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ഡിഷ് നമ്മൾ ഉണ്ടാക്കുന്ന ഫസ്റ്റ് നമ്മൾ കുറച്ച് കടുകൊക്കെ പൊട്ടിച്ച് കുറച്ച് സവോള നമ്മൾ വഴറ്റിയെടുക്കുകയാണ്. കറിവേപ്പിലയും മുളകൊക്കെ ഇട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി, ഇതൊക്കെ ആഡ് ചെയ്ത് നമുക്ക് വഴറ്റിയെടുക്കാം. ചിക്കൻ മസാലയുടെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതാണേലും ചേർത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിളും കൂടെ ചേർത്ത് വഴറ്റണം. എന്നാലാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ ആവത്തുള്ളൂ. സവോള എത്ര നേരം നിന്ന് വഴറ്റാവോ അത്രയും ടേസ്റ്റി ആയി കിട്ടും കേട്ടോ. നമുക്ക് അത്രയും ക്ഷമയൊന്നുമില്ല, അതുകൊണ്ട് സമയവും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഉടായ്പ രീതിയിലുള്ള ഒരു കറിയാണ് ഇന്ന് നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ ഏറ്റവും ടൈം ടേക്കിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ സവോള, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ വഴറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ പറയാൻ വിട്ടു, ഇതിനകത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ കേട്ടോ. നല്ലൊരു ചിക്കൻ കറി കഴിക്കുന്ന പോലെ അത്രയൊന്നും വന്നില്ലെങ്കിലും ഏകദേശം അതുപോലെയൊക്കെ ഒരു ടേസ്റ്റ് നമുക്ക് ഇതിനകത്ത് ഒപ്പിക്കാവുന്നേ ഉള്ളൂ. നമുക്ക് അധികം മസാല ഇഷ്ടമില്ല, നമുക്കെന്നല്ല എൻ്റെ ഹസ്ബൻഡിന് അധികം മസാല ഇഷ്ടമില്ല. സോ അധികം മസാല നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ലൈറ്റായിട്ടൊരു ഫ്ലേവർ കിട്ടുന്ന രീതിയിൽ ആഡ് ചെയ്തു. ദെൻ അതിലേക്ക് നമ്മൾ വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് നമ്മൾ നല്ലോണം വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെജിറ്റബിൾസും കൂടെ കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കാണ് അടുത്ത് നമ്മൾ സോസേജ് ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രൊക്കോളി അതുപോലെ തന്നെ ക്യാരറ്റ് ഇതെല്ലാം നല്ലോണം വഴറ്റിയെടുക്കുന്നു. ഇനി നമുക്ക് ഇതിനകത്ത് ബീൻസും എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ക്യാപ്സിക്കോ അതൊക്കെ ഓപ്ഷണലാണ്. ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ജിമ്മിലൊക്കെ പോകുന്നവർക്ക് ഏറ്റവും പറ്റിയ നല്ലൊരു ഡിഷായിരിക്കും കേട്ടോ. ഇപ്പോൾ ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് വേണമെങ്കിൽ പാസ്ത വേവിച്ച് ചേർക്കാം. അപ്പോൾ അതൊരു നല്ലൊരു ഡിഷായിട്ട് മാറും. അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാവുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഈ സോസേജ് ചേർക്കുന്നതിന് പകരം നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള മീറ്റ് ചേർക്കാം. അപ്പോൾ എങ്ങനെ വേണേലും ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്താണേലും നമ്മുടെ സോസേജ് ഒന്ന് ഓവനിൽ വെച്ചിട്ട് നമ്മൾ ഒന്ന് വേവിച്ചെടുത്തതാണ്. അധികം വേവിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ. കാരണം ഇത് ഫ്രീസറിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. അത് നല്ല കട്ടയായിട്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്നാണ് ഒരാളെന്നെ വിളിച്ച് പറഞ്ഞത് എനിക്ക് സോസേജ് കറി വെച്ച് തരണം എന്നൊക്കെ പറഞ്ഞത്. അപ്പം പെട്ടെന്ന് ഓവനിലേക്ക് എടുത്ത് വെച്ച് നമ്മൾ ആ ഒരു ഐസ് കട്ടയൊക്കെ മാറ്റിയെടുക്കുമായിരുന്നു. അപ്പോൾ ഈ സോസേജ് വേകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അധികം വെള്ളം ഒഴിക്കരുത്. അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര വെള്ളച്ചോവയായി പോകും കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് സിമ്മയിലിട്ട് മൂടി വയ്ക്കുകയാണ്. പെട്ടെന്ന് ഇതാവും കേട്ടോ. അത് കൊലയൊക്കെ എവിടുന്നേലും വരും. കാരണം മമ്മിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം വേണ്ട. ഞാൻ തിന്നു പറയണം, മമ്മി എന്നെ വഷളാക്കണ. ഇല്ല. അപ്പോൾ മമ്മിയുടെ വക സ്പെഷ്യലായിട്ട് കുറച്ച് കുരുമുളകും കൂടെ ഞങ്ങളുടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കുകയാണ്. ഇത് ഇങ്ങനെ ഇളക്കി നമ്മൾ പയ്യെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി എടുക്കുകയാണെങ്കിൽ നല്ലോണം വറ്റി വരും. അതിൻ്റെ മസാലയൊക്കെ ആ ഒരു കഷ്ണത്തെ എല്ലാം പിടിച്ച് നല്ലൊരു ഫ്ലേവറായിട്ട് വരും. നമ്മളിങ്ങനെ ഫ്രഷായിട്ട് കുരുമുളക് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. മമ്മിയുടെ എന്ത് നോൺ വെജ് കറിയാണെങ്കിലും മമ്മി അവസാനം കുരുമുളക് ഇങ്ങനെ തൂളിയിടുന്ന ഒരു സ്വഭാവമുണ്ട്. കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് നല്ലോണം അങ്ങ് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഗ്രിൽഡ് സോസേജൊക്കെ നമ്മൾ ഓരോ കഫേയിലൊക്കെ പോയി കഴിക്കാറുണ്ട്. ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടും കേട്ടോ.
എന്ത് കൊള്ളാം.